ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ലൈറ്റുകൾ, സ്വിച്ചുകൾ, അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ സ്വിച്ചുകൾ ഏതൊക്കെ ആണ് മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡുകൾ, അതിൻ്റെ അകത്ത് വരുന്ന സ്വിച്ചുകൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ടാണ് നോക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ നിന്ന് മാറ്റി, അതായത് എർത്ത് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയയിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് വെക്കുന്നത് ഏറ്റവും നല്ലത്. വാഷ് ബേസിൻ്റെ ഏരിയയിൽ വാഷ് ബേസിൻ വെക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അതിന് വാഷ് ബേസിൻ്റെ മുകളിൽ കൊടുക്കുന്ന മിറർ ലാമ്പാണ് ഈ കൊടുക്കുന്നത്. അതിൻ്റെ വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് ഒരു മിറർ ലാമ്പിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് മിറർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മിറർ ലാമ്പിന് ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു. പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന ഏരിയ ഇപ്പുറത്തെ സൈഡിലേക്കാണ് മാറിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ ആ സൈഡിലേക്ക് മാറിയും കുളിക്കുന്ന ഏരിയ ഒരു സൈഡിലേക്ക് മാറിയും അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ ഒരു സൈഡിലേക്ക് മാറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്ന സൈഡിൽ നിന്നുള്ള വെള്ളം ഒരിക്കലും നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് വരുന്നുള്ള പേടി വേണ്ട. ഒരിക്കലും എർത്ത് കാര്യങ്ങൾ വെളിയത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്വിച്ച് നമ്മളൊരു മിറർ ലാമ്പിന് കൊടുത്തു. രണ്ടാമത്തെ സ്വിച്ച് നമ്മൾ ഹീറ്ററിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്വിച്ച് നമ്മൾ കൊടുക്കാനുണ്ട്. അവിടെ നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നതാണ്. അവിടെ നമുക്ക് ഒരു സ്വിച്ച് കൊടുക്കാനുണ്ട്. അത് നമ്മൾ എക്സോസ്റ്റിനുള്ള സ്വിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു പ്ലഗ് സ്വിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. പ്ലഗ് സ്വിച്ച് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ബാത്റൂമിൻ്റെ അകത്ത് ട്രിമ്മർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന്, എന്തെങ്കിലും അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്വിച്ചും പ്ലഗും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ മിറർ ലാമ്പ് കൊടുത്തു. രണ്ടാമത്തെ നമ്മൾ ഹീറ്ററിന് കൊടുത്തു. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എക്സോസ്റ്റിനുള്ള പോയിൻറ്റ്. പിന്നെ നമ്മൾ സ്വിച്ച് പ്ലഗാണ് കൊടുത്തിരിക്കുന്നത്. അത് ആദ്യമേ തന്നെ അതിൻ്റെ അകത്തേക്ക് വരുന്ന കണക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇൻവെർട്ടറിൻ്റെ ഫേസ് വരുന്നുണ്ട്. ഇൻവെർട്ടറിൻ്റെ ഫേസ് നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് എക്സോസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അതല്ല, നമുക്ക് ഏറ്റവും നല്ലത് ബാത്റൂമിൻ്റെ അകത്ത് ഒരു എക്സോസ്റ്റ് നമ്മുടെ മെയിനായിട്ട് വരുന്ന മിറർ ലാമ്പിന് വേണ്ടി നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ വേണ്ടി കൊടുക്കാം. പിന്നെ അത് കൂടാതെ തന്നെ പുറത്ത് നമ്മൾ ഒരു ഇൻവെർട്ടറിൻ്റെ അകത്തേക്ക്, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുന്ന ലൈറ്റ്സ് ഇൻവെർട്ടറിലായിരിക്കണം കൊടുത്തേണ്ടത്. പിന്നെ ബാക്കിയൊന്നും ഇൻവെർട്ടറിൽ കൊടുക്കണമെന്ന് യാതൊരു താല്പര്യവും ആവശ്യം തന്നെ ഇല്ല. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹീറ്ററിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഹീറ്ററിൻ്റെ സ്വിച്ച് ഒരു 1 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 20 ആംസിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. 20 ആംസിൻ്റെ സ്വിച്ച് ഹീറ്ററിന് വേണ്ടിയിട്ട് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവർ സർക്യൂട്ട്, അതായത് ഹീറ്ററിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരു ഹീറ്റർ നമ്മൾ സാധാരണ നോർമൽ ലെവലിൽ ഒരു 1500 വാട്ട് തൊട്ട് 3000 വാട്ട് വരെ എടുക്കുന്ന ഹീറ്ററുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പവർ സർക്യൂട്ട് നമ്മുടെ DBയിൽ നിന്ന് സെപ്പറേറ്റ് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരൊറ്റ സർക്യൂട്ട് മതി. അതിൻ്റെ കൂടെ നമുക്കൊരു ഇൻവെർട്ടറിൻ്റെ അതുകൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അകത്ത് അത്രയും മതിയാവും. അപ്പോൾ ആ പവർ സർക്യൂട്ട് നമ്മൾ കൊണ്ടുവന്നതിൽ തന്നെയാണ് എല്ലാം ലോഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഹീറ്റർ കൊടുക്കുന്നത്, ബാക്കിയെല്ലാം ഒരു നമ്മുടെ എക്സോസ്റ്റും കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് നിന്ന് തന്നെ. പിന്നെ വരുന്നത് ഇൻവെർട്ടറിൻ്റെയാണ്. ഇൻവെർട്ടർ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഫേസ് വരുന്നത് നമുക്ക് നമ്മുടെ ആ മെയിനായിട്ട് വരുന്ന ലൈറ്റ്സും വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു മിറർ ലാമ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ബോർഡും ഏതൊക്കെ സ്വിച്ചുകളാണെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുക്കുന്നത്. 6 മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുത്തതിന് ശേഷം മിറർ ലാമ്പ് കൊടുക്കുന്നുണ്ട്, എക്സോസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു സ്വിച്ചും പ്ലഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് വരാണെങ്കിൽ 6 മോഡ്യൂളിൻ്റെ സ്വിച്ചും 6 മോഡ്യൂളിൻ്റെ പ്ലേറ്റ് മാത്രം നമുക്ക് മതിയാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.